ഹലോ മക്കളെ, ഞാൻ അഖിലിന, നിങ്ങളുടെ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാം പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സാംസ് ഒക്കെ കൂടുതൽ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് ആണെങ്കിലും +1 പബ്ലിക് എക്സാം അത്രയും ടഫ് ആയതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിച്ചൊരു മാർക്കിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ വർഷം തൊട്ട് ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് പബ്ലിക് എക്സാമുകളുടെ കൂടെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇംപ്രൂവ്മെൻറ്റ് എക്സാമും +2 പബ്ലിക് എക്സാമും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. അപ്പോൾ +2 6 സബ്ജക്റ്റും ഇപ്പോൾ ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3 സബ്ജക്റ്റുകളും ഒരുമിച്ച് 9 സബ്ജക്റ്റുകൾ പഠിച്ച് എക്സാം എഴുതുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഇനി SSLC എക്സാം ഒക്കെ കഴിഞ്ഞ് +1 കൊമേഴ്സ് ഒക്കെ ചൂസ് ചെയ്തിരിക്കുന്ന മക്കളോടാണ് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കും ഫേസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് മുൻകൂട്ടി നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ അതിന് പ്രിക്കോഷൻസ് എടുക്കാറില്ലേ? അതുപോലെ നിങ്ങൾക്കും ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിചാരിക്കുന്ന അത്രയും മാർക്ക് +1 പബ്ലിക് എക്സാമിൽ തന്നെ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലപോലെ പഠിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സീനിയേഴ്സിന് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതുപോലുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം നമ്മുടെ മാർക്ക് ഓൾറെഡി അവിടെ സേഫാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം തൊട്ട് തന്നെ ഓരോ കോൺസെപ്റ്റുകളും മനസ്സിലാക്കി അത്രയധികം ആഴത്തിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് +1 പബ്ലിക് എക്സാമിൽ തന്നെ നിങ്ങൾ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം, പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ഓരോ സബ്ജക്റ്റും അത്രയും ഡീപ്പായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ സൈലത്തിൻ്റെ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള യുവ ബാച്ച്. നമ്മുടെ യുവ ബാച്ചിൽ നമുക്കറിയാം, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകം സെഷൻസ് ഉണ്ടായിരിക്കും, ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യുവ ബാച്ചിൽ ഇനിയും അഡ്മിഷൻ എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ കൊമേഴ്സിൽ ഇനി നമുക്ക് ടോപ്പറാകാം സൈലത്തോടൊപ്പം.